സ്വർണ്ണക്കടത്ത് കേസിൽ കന്നഡ നടി രണ്യ റാവു പിടിയിലായ സംഭവം ആരാധകരെയടക്കം ഞെട്ടിച്ചിരിക്കുകയാണ്. IPS ഉദ്യോഗസ്ഥന്റെ മകൾ കൂടിയായ രണ്യ ബംഗളൂരു വിമാനത്താവളത്തിൽ വെച്ചാണ് പിടിയിലായത്. 14.8 കിലോഗ്രാം സ്വർണമാണ് നടിയിൽ നിന്നും പിടികൂടിയത്. ഈ വർഷം ജനുവരി മുതൽ രണ്യ ഗൾഫിലേക്ക് 10ലധികം യാത്രകൾ നടത്തിയതിനെ തുടർന്ന് DRI ഉദ്യോഗസ്ഥർക്ക് ചില സംശയങ്ങളുണ്ടായിരുന്നു. തുടർന്ന് ഇവർ നിരീക്ഷണത്തിലായിരുന്നു. 15 ദിവസത്തിനിടെ 4 ദുബായ് യാത്രകളാണ് രണ്യ നടത്തിയിരിക്കുന്നത്. 2 ആഴ്ചയ്ക്കിടെ 4 തവണ നടത്തിയ ദുബായ് യാത്രയും ധരിച്ച ഒരേ വസ്ത്രവുമൊക്കെ DRI സംഘത്തിന് നടിയുടെ മേൽ സംശയമുണ്ടാകാനും സ്വർണം ഒളിപ്പിച്ച് കടത്തുന്നതായുള്ള രഹസ്യ വിവരവും അറസ്റ്റിന് വഴിയൊരുക്കുകയായിരുന്നു. രണ്യ റാവു അറസ്റ്റിലായതോടെ ആരാണ് ഈ നടി എന്നാണ് സോഷ്യൽ മീഡിയയിൽ പലരും തിരഞ്ഞുകൊണ്ടിരിക്കുന്നത്. കർണാടകയിലെ ചിക്കമംഗളൂരു സ്വദേശിയാണ് രണ്യ റാവു. ബംഗളൂരുവിലെ ദയാനന്ദ സാഗർ എഞ്ചിനീയറിംഗ് കോളേജിലായിരുന്നു പഠനം. കിഷോർ നമിത് കപൂർ പെർഫോമിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് അഭിനയം പഠിച്ചിട്ടുണ്ട്. ഇതിന് പിന്നാലെയാണ് സിനിമാ പ്രവേശനം. 3 സിനിമകളിൽ മാത്രമാണ് രണ്യ വേഷമിട്ടത്. 2014 നടൻ കിച്ച സുദീപ് സംവിധാനം ചെയ്ത മാണിക്യ എന്ന സിനിമയിലൂടെയാണ് രണ്യ വെള്ളിത്തിരയിൽ അരങ്ങേറ്റം കുറിച്ചത്. മാണിക്യയിലെ നടിയുടെ പ്രകടനം ഏറെ ശ്രദ്ധ നേടിയിരുന്നു. 2016 വാഗ എന്ന സിനിമയിലൂടെ തമിഴിലും എത്തി. എന്നാൽ ഈ ചിത്രം തമിഴ് സിനിമാ ലോകത്ത് വലിയ രീതിയിൽ വിമർശനങ്ങൾ നേരിട്ടു. 2017 പുറത്തിറങ്ങിയ പതാകെ എന്ന കന്നഡ ചിത്രത്തിന് ശേഷം രണ്യ പിന്നീട് അഭിനയിച്ചിട്ടില്ല. കർണാടകയിലെ മുതിർന്ന IPS ഉദ്യോഗസ്ഥനായ K. രാമചന്ദ്ര റാവുവിന്റെ മകളാണ് 31 വയസ്സുകാരിയായ ഈ നടി. ആദ്യ ഭാര്യ മരിച്ചതിന് പിന്നാലെ IPS ഉദ്യോഗസ്ഥൻ 2 പെൺകുട്ടികളുള്ള മറ്റൊരു സ്ത്രീയെ വിവാഹം കഴിക്കുകയായിരുന്നു. ഈ സ്ത്രീയുടെ ആദ്യ വിവാഹത്തിലെ 2 മക്കളിൽ ഒരാളാണ് രണ്യ റാവു. എന്നാൽ രണ്യ റാവുവിനെ തള്ളിപ്പറഞ്ഞ പിതാവും DGPയുമായ K. രാമചന്ദ്ര റാവു രംഗത്തെത്തുകയും ചെയ്തിരുന്നു. രണ്യ തങ്ങളെ നിരാശപ്പെടുത്തിയെന്നും വിവാഹശേഷം രണ്യയെ ഒരിക്കൽ പോലും കണ്ടിട്ടില്ലെന്നുമാണ് അദ്ദേഹം പറഞ്ഞത്. രണ്യയുടെയോ ഭർത്താവിന്റെയോ ബിസിനസ് ഇടപാടുകളെ കുറിച്ച് തങ്ങൾക്ക് അറിയില്ലെന്നും അദ്ദേഹം പറഞ്ഞു. രണ്യ റാവു അറസ്റ്റിലായതിനു പിന്നാലെ ഭർത്താവും ആർക്കിടെക്റ്റുമായ ജതിൻ ഹുക്കേരിയും പോലീസ് നിരീക്ഷണത്തിലാണ്. പബ്ബുകളും ബാറുകളും രൂപകൽപ്പന ചെയ്യുന്നതിൽ വിദഗ്ധനാണ് ജതിൻ. 4 മാസങ്ങൾക്ക് മുൻപാണ് ഇരുവരുടെയും വിവാഹം നടന്നത്. രണ്യയ്ക്കൊപ്പം പലതവണ ജതിനും ദുബായിലേക്ക് പോയിരുന്നു എന്നാണ് പോലീസ് വ്യക്തമാക്കുന്നത്. രണ്യയുടെ മുൻകാല യാത്രകളുടെ CCTV ദൃശ്യങ്ങൾ അധികൃതർ പരിശോധിച്ചു വരികയാണ്. കൂടാതെ ഇവർ മുൻപ് സ്വർണം എങ്ങനെ കടത്തിയെന്ന് മനസ്സിലാക്കാനും ശ്രമം നടക്കുന്നുണ്ട്. കേസിൽ രണ്യ ഒറ്റയ്ക്കാണോ അതോ വലിയൊരു കള്ളക്കടത്ത് ശൃംഖലയുണ്ടോ എന്നും ഉദ്യോഗസ്ഥർ അന്വേഷിക്കുന്നുണ്ട്. അതേസമയം ബ്ലാക്ക്മെയിൽ ചെയ്താണ് തന്നെ കൊണ്ട് സ്വർണം കടത്തിച്ചതെന്നാണ് നടി അന്വേഷണ സംഘത്തോട് നൽകിയിരിക്കുന്ന വിശദീകരണം. 14 കിലോ വരുന്ന സ്വർണ്ണക്കട്ടികൾ ബെൽറ്റിൽ ഒളിപ്പിച്ചും 800 ഗ്രാം ആഭരണങ്ങളുമായിട്ടാണ് രണ്യ റവന്യൂ ഇന്റലിജൻസിന്റെ പിടിയിലാകുന്നത്. നടിയെ 14 ദിവസത്തെ ജുഡീഷ്യൽ കസ്റ്റഡിയിൽ വിട്ടിരിക്കുകയാണ് ഇപ്പോൾ. രണ്യയുടെ വീട്ടിലും DRI ഉദ്യോഗസ്ഥർ റെയ്ഡ് നടത്തിയിട്ടുണ്ട്. ഇവിടെ നിന്ന് 2.67 കോടി രൂപയും 2.06 കോടിയുടെ സ്വർണവും കണ്ടെടുത്തിട്ടുണ്ട്.